എന്തായാലും ഇതാ ഒരിടവേളയ്ക്ക് ശേഷം പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ പാത ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ്. വയനാടിന്റെ സ്വപ്ന പദ്ധതിക്കായുള്ള സർവേ നടപടികൾ ഇന്ന് പുനരാരംഭിക്കുകയാണ്. 3 പതിറ്റാണ്ട് നീണ്ട അവഗണനയ്ക്കൊടുവിലാണ് പദ്ധതി വീണ്ടും സജീവമാകുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിക്കാനായി മീഡിയ വണിനൊപ്പം വനമന്ത്രി എ കെ ശശീന്ദ്രൻ ചേരുകയാണ്. മുഹമ്മദ് അസ്ലമിനൊപ്പമാണ് വനമന്ത്രി ഉള്ളത്. എന്താണ് വനമന്ത്രിക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. അസ്ലം, കേൾക്കാമോ? ഈ പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ പാത ചർച്ചകൾക്കൊക്കെ വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വനമന്ത്രി പറയുന്നത്? പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് സംബന്ധിച്ചുള്ള അതിന്റെ സർവേ നടപടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു. വളരെ എളുപ്പത്തിന് തുരങ്കപാതയ്ക്ക് ബദലായിട്ടുള്ള അല്ലെങ്കിൽ താമരശ്ശേരി ചുരത്തിന് ബദലായിട്ടുള്ള ഒരു പാതയായി പോകാൻ കഴിയുന്നതാണ്. 94 ആദ്യഘട്ടത്തിൽ ചെറിയൊരു ശ്രമം നടന്നിരുന്നു, നിർമ്മാണോദ്ഘാടനം നടന്നിരുന്നു. അതേസമയം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിരുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ അത് നിലനിന്നിരുന്നു. അതേസമയം ഈ തുരങ്കപാത കൂടി വന്ന സാഹചര്യത്തിൽ ഈ താമരശ്ശേരി ചുരത്തിന് പകരമുള്ള ബദൽ പാതകളെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു. അതിന് പിന്നെ ഇനി വേണ്ടത് വനം മന്ത്രാലയത്തിന്റെ അനുമതിയും പിന്നെ അവിടെ നിന്നുള്ള സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ പ്രോജക്റ്റിലേക്ക് മുന്നോട്ട് പോകലാണ്. എന്തായാലും വനം വകുപ്പിന്റെ അനുമതി തേടുന്നതിന് വേണ്ടിയുള്ള സർവേ ഇന്ന് തുടങ്ങുകയാണ്. വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. പൂഴിത്തോട് പടിഞ്ഞാറത്തറ പിന്നെ പാത സജീവ ചർച്ചയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് വനംവകുപ്പിന്റെ കൂടി സാന്നിധ്യത്തിൽ ഒരു സർവേ തുടങ്ങുകയാണ്. എത്രത്തോളമുണ്ട് അതിന്റെ സാധ്യതകൾ? എങ്ങനെയാണ് നമ്മൾ ഈ നടപടിയിലേക്ക് മുന്നോട്ട് പോകേണ്ടത്? ഈ റോഡിന്റെ ചരിത്രം 94 നമ്മൾ കേട്ടു തുടങ്ങുന്നത്. ആ കാലത്ത് താങ്കൾ പറഞ്ഞതുപോലെ വയനാട്ടിലേക്ക് പോകാനുള്ള ബദൽ പാതയുടെ അഭാവം സജീവമായി ചർച്ച ചെയ്ത കാലമാണ്. അതിലൊന്ന് താമരശ്ശേരി ഭാഗത്തു നിന്നുള്ളൊരു പ്രപ്പോസൽ, പേരാമ്പ്രയുമായും കുറ്റ്യാടിയുമായി ബന്ധപ്പെട്ട 2 നിർദ്ദേശങ്ങൾ, അങ്ങനെ ആകെ 3 നിർദ്ദേശങ്ങളാണ് ഉണ്ടായത്. ഈ 3 നിർദ്ദേശങ്ങൾക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുവാദം കിട്ടിയിട്ടില്ലായിരുന്നു. ആ സാഹചര്യത്തിലാണ് തുരങ്കപാത എന്ന പുതിയ ആശയം ഉണ്ടാകുന്നത്. ഈ പ്രശ്നം ചർച്ച ചെയ്ത് പിന്നെ പരിഹാരമാർഗം മറ്റെന്ത് വഴി അങ്ങനെ വന്നപ്പോഴാണ് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടാൻ താരതമ്യേന പ്രയാസമില്ലാത്തൊരു നിർദ്ദേശം എന്ന നിലയിൽ തുരങ്കപാത എന്ന ആശയമുണ്ടായത്. അതിന് അംഗീകാരം കിട്ടുകയും ഇപ്പോൾ അത് വർഷങ്ങളെടുത്താണെങ്കിലും സമയമെടുത്ത് കാലതാമസം ഉണ്ടായെങ്കിലും ഇപ്പോൾ അതിന്റെ പ്രവർത്തന പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കാലത്താണ് 94 അന്നത്തെ കേരള മുഖ്യമന്ത്രി ഈ പൂഴിത്തോട് നിന്നാരംഭിച്ച് വയനാട്ടിൽ അവസാനിക്കുന്ന ബദൽ പാതക്ക് നിർമ്മാണത്തിനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അപ്പം അങ്ങനെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് ശേഷം ഇപ്പം 94 2025 ഏതാണ്ട് 30 വർഷമായി അതിന്റെ പ്രവർത്തനം നടന്നിട്ടില്ല എന്നത് എന്തുകൊണ്ട് എന്ന് ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അതെന്തുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. പറഞ്ഞു പോയ രാഷ്ട്രീയമൊക്കെ ആയിപ്പോൾ അത്, പക്ഷേ നമുക്ക് രാഷ്ട്രീയമില്ല. കാരണം വികസന പ്രവർത്തനത്തിന് രാഷ്ട്രീയം കാണുന്ന ഒരു വിഷയം ഞങ്ങൾക്ക് ആർക്കുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിന്റെ രാഷ്ട്രീയം കാണുന്നത്. പക്ഷെ എന്തുകൊണ്ട് നടന്നില്ല? ആ ചോദ്യത്തിന് വളരെ സത്യസന്ധമായ ഉത്തരവുണ്ട്. അത് ഉത്തരം പറയുന്നതാണ്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഈ നിർദ്ദേശങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ആ സാഹചര്യത്തിലാണ് പുതിയൊരു പാതയെക്കുറിച്ചുള്ളത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ പ്രശ്നം കൂടുതൽ സജീവമായി വീണ്ടും രംഗത്ത് വരികയുണ്ടായി. അതിന് പ്രധാനമായും നേതൃത്വം നൽകിയത് അവിടുത്തെ MLA കൂടിയായ LDF കൺവീനർ TP രാമകൃഷ്ണനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. ഒരു ജനകീയ പ്രശ്നം സജീവമായി ഏറ്റെടുത്ത് അദ്ദേഹം തന്നെ നേരിട്ട് സ്ഥലങ്ങൾ സന്ദർശിക്കുകയും സഹപ്രവർത്തകരുമായി കൂടിച്ചേർന്ന് ഉദ്യോഗസ്ഥന്മാരുമായി കൂടിച്ചേർന്ന് ഈ പാതയുടെ നിർമ്മിക്കുന്ന ഭാഗത്തൂടെ യാത്ര ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ഇതിനാവശ്യമായ പ്രാരംഭ നടപടികൾ എന്താണ്? സർവേ, എത്ര ഭൂമി വേണം, DPR തുടങ്ങിയവ സ്ഥാപിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ചാൽ മാത്രമേ PWDക്ക് തുടർ നടപടികളെ മുന്നോട്ട്. അപ്പോൾ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 1 കോടിയിലേറെ രൂപ അനുവദിച്ചു. അത് പ്രവർത്തനം ആരംഭിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് 2 ഭാഗമുണ്ട് അതിന്. ഒന്ന് കോഴിക്കോട് ഫോറസ്റ്റ് ഡിവിഷനിൽ വെച്ച പേരാമ്പ്ര മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും വയനാട് നോർത്ത് വയനാട് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട
ഭാഗത്തുള്ളത്, പടിഞ്ഞാറത്തറ ഭാഗത്ത്. അപ്പോൾ പടിഞ്ഞാറത്തറ ഭാഗത്ത് സർവേ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇത് വനം വകുപ്പ് അനുവാദം കൊടുത്തതാണ്. അപ്പോൾ വനം വകുപ്പ് അനുവാദം കൊടുക്കാതെ ആ സർവേ പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ വനം വകുപ്പ് അതിന് അംഗീകാരം കൊടുത്തു, അവരത് പൂർത്തിയാക്കി. സെക്കൻഡറി ചെന്നോ അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫസ്റ്റ് റീച്ചോ സെക്കൻഡറി തർക്കത്തിൽ പോകണ്ട. ഒരു ഭാഗത്ത് പല മാധ്യമങ്ങളും വിശദീകരിച്ചിട്ടതുപോലെ ഇടുങ്ങിയ വനമേഖലയുള്ളൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഫിസിക്കൽ വെരിഫിക്കേഷൻ സാധാരണ നിലയിൽ സാധ്യമല്ല. അതിന് വലിയ റിസ്ക്കുള്ളൊരു ഏർപ്പാടാണ്. എന്നാൽ ആ പ്രദേശത്ത് അതുകൊണ്ട് തന്നെ അനുവാദം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ളവരെ സാന്നിധ്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിലെയും വനം വകുപ്പിലെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ എന്താണ് പോംവഴി എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാമല്ലോ എന്ന ആശയം വന്നത്. അത് ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല എന്ന് പറയും. അത് ചെയ്യാൻ വനം വകുപ്പ് അംഗീകാരം കൊടുക്കുകയും വനം വകുപ്പിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണത്തോടുകൂടി ഇന്ന് അവിടെ ആധുനിക റാഡാർ ഉൾപ്പെടെയുള്ള ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടക്കുകയുമാണ്. ആ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പിന് അതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കാൻ കഴിയും. പൊതുമരാമത്ത് വകുപ്പ് വിശദാംശങ്ങൾ തയ്യാറായാൽ അവർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി സംസ്ഥാന പരിവേഷൽ പോർട്ടലിലൂടെ അപേക്ഷിക്കണം. അന്നുണ്ടായിരുന്ന ധാരണ അങ്ങനെ ഒരു പ്രശ്നം വരുന്ന ഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നിഷേധാത്മകമായ നയം സ്വീകരിക്കില്ല, ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു പ്രശ്നം എന്നുള്ളത് പോസിറ്റീവായ ഒരു നിലപാടാണ് സ്വീകരിക്കുക എന്ന് അന്നത്തെ PCCF ദീപ മാഡം ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തി തീരുമാനിച്ചത്. ആ തീരുമാനം നടപ്പിലാക്കി വരികയാണ്. അതിനിടയിലും പിന്നെ അതങ്ങനെയല്ല ഇങ്ങനെ വേണ്ടത് അത് മന്ത്രിയോ രാഷ്ട്രീയ നേതാക്കളോ തീരുമാനിക്കണ്ട, അത് വിദഗ്ധന്മാർ തീരുമാനിക്കേണ്ടത്. അപ്പം നമ്മളെല്ലാവരും വിദഗ്ധന്മാരാണെന്ന് സ്വയം ഭാവിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയാലും നടക്കൂല. കാരണം അതൊക്കെ നീണ്ടുപോകാനിടയാകും. തർക്കം മൂത്ത് ഇപ്പോൾ നമ്മൾ സർവേ തുടങ്ങുന്നു. നമ്മൾ ഇനി കേന്ദ്ര വനമന്ത്രി വകുപ്പ് മന്ത്രാലയത്തിലേക്ക് പോകും. DPR തയ്യാറാക്കണം. DPR സർവേയുടെ പ്രധാന പ്രശ്നം ഏത് ഭാഗത്തൂടെയാണ് റോഡ് പോകുന്നത്, അതിൽ എത്ര സ്ഥലമാണ് ഈ റോഡ് നിർമ്മാണത്തിന് ആവശ്യമായത്, വനത്തിൽ നിന്നും വിട്ടുകിട്ടേണ്ടത്. അങ്ങനെ വിട്ടുകിട്ടുമ്പോൾ പകരം ഭൂമി കൊടുക്കുന്ന സ്കീമുണ്ട്, പകരം ഭൂമി കൊടുക്കാത്ത സ്കീമുണ്ട്. അപ്പോൾ അതിലേത് സ്കീമിലാണ് ഉൾപ്പെടുത്തുന്നത്?